എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഓസ്ട്രേലിയയിൽ പുതിയ രജിസ്ട്രേഷൻ പാത്വേ ഓപ്പൺ ആവുകയാണ്. അതായത് UK, US അല്ലെങ്കിൽ സിംഗപ്പൂർ അല്ലെങ്കിൽ സ്പെയിൻ, കാനഡയിലെ ചില പ്രൊവിൻസുകൾ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, പിന്നെ അയർലൻഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ട്. 2017 ശേഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പുതിയ രജിസ്ട്രേഷൻ പാത്വേ ഓപ്പൺ ആവുകയാണെന്നാണ് അവർ പറയുന്നത്. സോ അത് ഏപ്രിലിൽ മുതൽ ഓപ്പൺ ആവുമെന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നാവും ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി വേക്കൻസീസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയായിരിക്കാം, ന്യൂസിലാൻഡ് പാത്വേയിലൂടെ ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുത്തു. മാത്രമല്ല ഇപ്പം ഈ ഒരു പുതിയ പാത്വേയിലൂടെ ആളുകൾ എടുക്കും. അപ്പോൾ ഈ ഒരു നഴ്സുമാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ UK, അയർലൻഡ്, US, കാനഡ എന്നൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം വെൽ ടു ഡു ആയിട്ടുള്ള സാലറി ഉള്ള ആളുകളാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടിരിക്കുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ ഓസ്കി എഴുതി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ക്യാപ്പ് പോയി ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകളൊക്കെ ഒരുപാട് പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം യൂഷ്വലി ഇവിടെ എംപ്ലോയേഴ്സ് ഓൾറെഡി ഇപ്പം UK, അയർലൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ കാനഡ, US എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെ പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്നൊക്കെ ഡയറക്റ്റ് വന്ന് ഒരുപാട് പൈസ മുടക്കി വന്ന് രജിസ്ട്രേഷൻ എടുത്ത നഴ്സുമാർക്ക് അവരെപ്പോഴും ബാക്കിലോട്ടായി പോവുകയാണ്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനൊക്കെ ഭയങ്കര പാടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് PR പാത്വേ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് പാത്വേയിലേക്ക് പോകുന്നതായിരിക്കും കുറേ ബെറ്റർ. സോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ലൈക്ക് ഓരോരുത്തരെയും സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ടും, പിന്നെ പൈസ വീണ്ടും മുടക്കാനുള്ള സ്ഥിതി അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ വരും. അപ്പം കാരണം ഈ PR പ്രോസസ്സൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. മാത്രമല്ല ഓൾറെഡി പൈസ മുടക്കിയ ആളുകൾക്ക് അത് ഫീസിബിൾ ആവുമെന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം പലരും ജോബ് വിസയിലേക്ക് തന്നെ വരാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം UK നിന്നോ അയർലൻഡിൽ നിന്നോ ഒക്കെ പുതുതായിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഓസ്ട്രേലിയക്ക് വരണം എന്ന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ബർഡൻ കൂടെ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും ആലോചിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ എടുക്കുന്നത് ഒരു ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ കാണുക. കാരണം ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി രജിസ്റ്റേർഡ് നഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ഓവർസീസിൽ നിന്ന് നിന്നുകൊണ്ട് ജോലി നോക്കുന്ന ആൾക്ക് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ PR ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഓവർസീസിൽ നിന്ന് വർക്ക് വിസ കൊടുക്കാൻ പല എംപ്ലോയേഴ്സും ഇപ്പോൾ വില്ലിങ് അല്ല. പല എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ഒരു ഇതേ സെയിം സമയത്ത് വെച്ച് നോക്കുവാണെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു ഒരു 60 to 70% റിഡക്ഷൻ ഓഫ് സ്പോൺസർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മേ ബി മോർ ദാൻ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആളുകൾ നല്ല കോമ്പറ്റീഷൻ എക്സ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം PR എടുത്ത് വരാനുള്ള ലൈക്ക് ഫിനാൻഷ്യൽ സോഴ്സും കൂടെ കാണുക. കാരണം സ്പോൺസർഷിപ്പ് ജോബ്സ് ഇവിടെ ഭയങ്കര കുറവാണ്. ഓക്കെ. അപ്പോൾ അത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഈ ഒരു പാത്രം എടുത്തു വരാൻ പോകുന്ന നഴ്സുമാർ ഓൾറെഡി ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്കത് വലിയൊരു പ്രശ്നമായിരിക്കില്ല. കാരണം അവർ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കാം. പക്ഷേ എങ്കിലും ഞാനൊരു ഹെഡ്സപ്പ് തരികയാണ്. കാരണം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ജോലി കിട്ടും എന്ന് വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ തരുന്നത് NMP അല്ലെങ്കിൽ APRA ആണ്. APRA എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് റെഗുലേറ്ററി അതോറിറ്റി. അപ്പോൾ ഇവരുടെ റോൾ എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യുക. അവർക്ക് ഇവിടെ ഓസ്ട്രേലിയ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുക, അവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് വേക്കൻസീസോ ഇവിടെ ഇപ്പം ജോലി കിട്ടുമോ എന്നുള്ളതും കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇമിഗ്രേഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശരിക്കും ബോധമില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ APRA രജിസ്ട്രേഷൻ കിട്ടി, അല്ലെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കിട്ടും എന്നുള്ളതൊരു 100% ഗ്യാരണ്ടി ആയിട്ട് എടുക്കരുത്. അതാണ് വേറൊരു കാര്യം. പലരും വിചാരിക്കുന്നത് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK NHSൽ ജോലിക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ പോയിട്ട് ആ ഒരു സമയത്ത് ഇനീഷ്യലി വർക്ക് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ ഓസ്കിയും അല്ലെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിൻ നമ്പർ കിട്ടിക്കുമ്പം അവർ തന്നെ ഹയർ ചെയ്യുന്ന രീതിയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രജിസ്ട്രേഷനും ഇതൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ
ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഇവിടെ എത്തുന്നുള്ളത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവുന്ന ഒരു സ്ഥിതിയുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ജോബ് ഗ്യാരണ്ടി ആണ് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇത് നഴ്സസിന് മാത്രമല്ല, എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും അങ്ങനെ തന്നെയാണ്. നിങ്ങളിവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് വരാനുള്ള അല്ലെങ്കിൽ വിസ ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഗ്യാരണ്ടി അല്ല. രജിസ്ട്രേഷൻ ജോബിന് വേണം, പക്ഷേ ജോബ് ഗ്യാരണ്ടി ഒരിക്കലും രജിസ്ട്രേഷൻ കിട്ടി എന്നതുകൊണ്ട് ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. മേ ബി 1 year ആയിട്ടോ അല്ലെങ്കിൽ 6, 7, 8 months ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ജോബ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് പോലും കിട്ടാത്ത ആളുകളുണ്ട്. അതേ സമയത്ത് തന്നെ ചില ആളുകൾക്ക് അവർ നല്ല കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് ജോബ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഇത് കണ്ടെത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ അങ്ങനെയുള്ള ജോലികൾ അപ്ലൈ ചെയ്യുന്ന ആളുകൊണ്ടായിരിക്കാം ചിലർക്കൊക്കെ മൾട്ടിപ്പിൾ ഓഫേഴ്സും കിട്ടുന്നുണ്ട്. സോ ഇത് 100% സ്റ്റോപ്പായി എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഈസി ആയിട്ട് റിക്രൂട്ടഡ് ആയിട്ട് വരാം എന്ന് വിചാരിക്കരുത്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇന്ത്യയിൽ നിന്നൊക്കെ ഡയറക്റ്റ് വന്ന ഇവിടെ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഇവിടെ ഡയറക്റ്റ് വന്ന് രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്കാണ് പണി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അവർ പലരും ഇവിടെ ഗൾഫിലൊക്കെ ഉള്ള ജോലികൾ രാജിവെച്ചിട്ട് ന്യൂസിലാൻഡിൽ പോയി ക്യാപ്പ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ ശരിക്കും ലക്ഷങ്ങൾ നഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആദ്യ കാലം മുതലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഗ്യാരണ്ടി അല്ല. ഓക്കെ, നമ്മളിവിടെ ഇൻ്റർവ്യൂ അതിൻ്റെ പ്രോസസ്സിലൂടെ പോകണം. ഒരു എംപ്ലോയർ നമുക്ക് ജോലി തരണം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ചെയ്യണം. അതിന് എംപ്ലോയറിൻ്റെ തന്നെ മേ ബി പ്രോസസ്സുകളുണ്ടാവാം, അത് അണ്ടർഗോ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ എംപ്ലോയേഴ്സ് ഓൾറെഡി ഇവിടെ PR ഉള്ള ആളുകളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് വിസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കറായിട്ടുള്ള വിസ ഉള്ള ആളുകളെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ PR എടുത്ത് വരിക എന്നുള്ളൊരു മാത്രമേ രക്ഷയുള്ളൂ. സോ അതിനും ഫിനാൻഷ്യൽ ഡെഫിനറ്റ്ലി കുറച്ച് ലയബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി 10-20 ലക്ഷം രൂപ മുടക്കി ന്യൂസിലാൻഡിൽ പോയി ക്യാപ്പ് ചെയ്ത ആളുകളോട് വീണ്ടും PR-ന് വേണ്ടി ഒരു 5-6 ലക്ഷം രൂപ മുടക്കാനൊക്കെ പറയുമ്പം അതത്ര എല്ലാവർക്കും ബെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു നിർബന്ധമില്ല. സോ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ പുതിയ പാത്ത് വഴി പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രജിസ്ട്രേഷൻ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ മാത്രം കരുതുക. ഇമ്മീഡിയറ്റ് റീലൊക്കേഷൻസ് എന്തായാലും ഉറപ്പായിട്ടും നടക്കും എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ PR പാത്വേയിലൂടെ പോവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ PR പാത്വേയിലൂടെ പോയി കഴിഞ്ഞാൽ വിസ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതില്ല. കാരണം അതിന് പ്രോസസ്സ് ചെയ്യാൻ ചിലപ്പം ചില ആളുകൾക്ക് 189 ഒക്കെ 1 വർഷമൊക്കെ എടുക്കുന്നുണ്ട് ശരിക്കും പ്രോസസ്സിന് വേണ്ടിയിട്ട്. ചിലർക്ക് 3 മാസം കൊണ്ട് കിട്ടും, ചിലർക്ക് 1 മാസം കൊണ്ട് കിട്ടും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ കേസാണ്, അല്ലെങ്കിൽ കേസ് മാനേജറിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പം ഇതൊന്നും എല്ലാം വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ മാത്രം ഇതിനെ കരുതുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.